ശ്രമിച്ചാൽ ചെറുത്തു നിൽക്കും. ഇങ്ങോട്ട് ഗുണ്ടായിസം കാണിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ അവകാശമുണ്ട്. തല്ലുകൊണ്ട് മടുക്കുമ്പോൾ, അടികൊണ്ട് ചത്തു വീഴുമ്പോൾ വീണ സഖാവിന്റെ പിൻഗാമികൾ ചിലപ്പോൾ ചെറുത്തു നിന്നെന്ന് വരും. അത് ശരിയും അനിവാര്യവുമാണ്. അത് തന്നെയാണ് ഇവിടെയും നടന്നത് എന്നാണ് ഓർക്കാട്ടേരി പ്രസംഗത്തിൽ എം എം മണി പറഞ്ഞത്. ആ വാക്കുകൾ മാത്രം എടുത്തിട്ട് അർത്ഥം വ്യാഖ്യാനിക്കുന്നതാണ് നിങ്ങളെ പോലുള്ള ആളുകൾ ചെയ്യുന്ന ഏറ്റവും ഗുരുതരമായ പിശക്. മണി പ്രസംഗിക്കുന്നത് പോലീസ് അതിക്രമങ്ങളുടെ ഫലമായി 9 പേർ മരിച്ചു വീണ ഒഞ്ചിയത്തെ രക്തസാക്ഷിത്വത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ആ സംഭവം വിശദീകരിക്കുമ്പോൾ മണി പ്രസംഗിച്ചതുപോലെ അല്ലാതെ എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്? അത് മറ്റ് സംഭവങ്ങളുമായി കൂട്ടിയിണക്കേണ്ട കാര്യമുണ്ട്. അത് നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏത് പ്രശ്നത്തെയും ഓരോരുത്തരുടെ വീക്ഷണഗതിക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ടല്ലാതെ വസ്തുതയും അതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. തിരികെ വരാം താങ്കളിലേക്ക്. എൻ വേണു നമ്മളോടൊപ്പം തുടരുകയാണ്. ശ്രീ വേണു, താങ്കൾ ഇപ്പോഴും ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ. ശ്രീ വേണു, എളമരം കരീമിന്റെ വാക്കുകൾ താങ്കൾ കേട്ടില്ലേ? ശ്രീ വേണു, താങ്കൾക്ക് കേൾക്കാമോ? എളമരം കരീമിന്റെ വാക്കുകൾ താങ്കൾ കേട്ടില്ലേ? മണിയുടെ പ്രസംഗത്തിൽ അടക്കം, പാർട്ടി നടത്തുന്ന അന്വേഷണത്തിൽ അടക്കം താങ്കൾ നേരത്തെ ഉന്നയിച്ച ഒരു കാര്യമാണ്. ഇതിലടക്കം പാർട്ടിയുടെ നിലപാടാണ് എളമരം കരീം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പാർട്ടിയുടെ നിലപാട് പ്രതികളെ സംരക്ഷിക്കുകയും ചന്ദ്രശേഖരനെ കൊന്നത് ശരിയാണ് എന്നതും അവിതർക്കിതമായ കാര്യമാണ്. ഇപ്പൊ മണിക്ക് മുന്നേ തന്നെ ഈ കേസിന്റെ അന്വേഷണത്തെ ഏറ്റവും ശക്തമായ പാർട്ടിയിൽ ഇടപെടുകയും അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് എളമരം കരീമാണ്. അതിന്റെ ഭാഗമായി കരീമിനെതിരെ പോലീസ് കേസെടുക്കുക ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIയുടെ സംസ്ഥാന നേതൃത്വം, കരീം ഉൾപ്പെടെ, മണി ഉൾപ്പെടെ, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതൃത്വം ഒറ്റക്കെട്ടായി ഈ കേസ് അട്ടിമറിക്കാൻ